YMCAയുടെ ഈ വർഷത്തെ ക്രിസ്മസ് കരോൾ ഗാനസന്ധ്യ തോട്ടുമുഖം YMCA ക്യാമ്പ് സെന്ററിൽ നടന്നു. ആലുവയിലെ വിവിധ ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ നിന്നും മതസ്ഥാപനങ്ങളിൽ നിന്നുമുള്ള ഗായക സംഘങ്ങൾ ക്രിസ്തുമസ് ഗാനങ്ങൾ ആലപിച്ചു. സെന്റ് തോമസ് മാർത്തോമ ചർച്ച്, തൃക്കുന്നത്ത് സെമിനാരി ഓർത്തഡോക്സ് പള്ളി, തൃക്കുന്നത്ത് സെന്റ് മേരീസ് യാക്കോബായ പള്ളി, സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് CSI പള്ളി, ലിറ്റിൽ ഫ്ലവർ സെമിനാരി, കാർമൽ കോളേജ് ഓഫ് നഴ്സിംഗ്, YWCA, കീഴ്മാട് ബ്ലൈൻഡ് സ്കൂൾ, YMCA സ്ക്വയർ, യൂണിവൈ ക്വയർ എന്നിവർ കരോൾ സന്ധ്യയിൽ പങ്കെടുത്തു. മലങ്കര ഓർത്തഡോക്സ് സഭ കൊച്ചി ഭദ്രാസനാധിപൻ യാക്കോബ് മോർ ഐറേനിയസ് തിരുമേനി ക്രിസ്മസ് സന്ദേശം നൽകി. എല്ലാ എക്യുമെനിക്കൽ രംഗങ്ങളിൽ രാഷ്ട്രീയം വന്ന് കയറുന്ന കാലമാണിത്. YMCAയിൽ കാണും, സ്വാഭാവികമായി, കാരണം മനുഷ്യരില്ല അതിനകത്തുള്ളത്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമുക്കതൊരു ഉദ്ദേശമുണ്ട്. യങ് മെൻ അതേ ഇല്ല. YMCA നിങ്ങൾ നോക്കിയാൽ കൂടുതലും ഈ പ്രായമുള്ളവർ തല നരച്ചവരൊക്കെയാണ് യങ് മെൻസ് അസോസിയേഷനിലിരിക്കുന്നത്. കാരണം അവർ വേണം, അവരെ കളയരുത്. ദൈവർ യങ് ഇൻ മൈൻഡ്. കാരണം 60 വയസ്സാകുമ്പോഴാണ് ജീവിതം തുടങ്ങുന്നതല്ലേ പറയും. ലൈഫ് ബിഗിൻസ് അറ്റ് 60. അപ്പോൾ എനിക്ക് തീമോത്തിയോസിനും എനിക്ക് 15 വയസ്സേ ഉള്ളൂ, 75. അപ്പോൾ ലൈഫ് ബിഗിൻസ് അറ്റ് 60. അപ്പോൾ YMCA എല്ലാവരെയും ഉൾക്കൊള്ളുന്നവരാണ്. യുവത്വമുള്ള മനസ്സുള്ള എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മഹാസംഭവമാണ് വേൾഡ് വൈഡ് യങ് മെൻസ് ക്രിസ്ത്യൻ അസോസിയേഷൻ. എന്നാൽ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിൽ ആദ്യ ക്രിസ്മസ് മുതൽ ഇങ്ങോട്ടെടുത്താൽ 2024 ആകുന്നു. ഇത്രയും അശാന്തി നിറഞ്ഞ ഒരു ക്രിസ്മസ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. ഇത്രയധികം സംഘർഷങ്ങളും പോരാട്ടങ്ങളും താൻപോരിമയും ശാക്തിക ചേരികളുടെ ഏറ്റുമുട്ടലും എല്ലാ സാമൂഹ്യ മതപരമായ സ്ഥാപനങ്ങളുടെ അധപ്പതനവും സാക്ഷിയാകുന്ന മറ്റൊരു വർഷം ഉണ്ടായിട്ടില്ല. ഇത് വളരെ ഹൃദയവേദനയോടെ അറിയേണ്ടതാണ്. ഈ തിമിർപ്പിൻ്റെ എല്ലാ മധ്യത്തിൽ നമുക്കേറെ നൊമ്പരമുണ്ടാക്കുന്ന സാഹചര്യങ്ങളുടെ നടുവിലാണ് നമ്മളൊക്കെ ശ്വാസം കഴിച്ച് ജീവിക്കുന്നത്. ആലുവ YMCA പ്രസിഡന്റ് സാം ഇമാനുവൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ലെസ്ലി ജോസഫ് നന്ദി രേഖപ്പെടുത്തി. വിവിധ ഇടവക വികാരിമാരും ഇടവക അംഗങ്ങളും കരോൾ ഗാനം ആസ്വദിക്കാനെത്തി. പൗരൻ ന്യൂസ് ബ്യൂറോ, ആലുവ. വിവിധ ദേവാലയങ്ങളിലെ ഗായകർ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. കേരളത്തിലെ YMCAകളിൽ ഏറ്റവും മികച്ച YMCAകളിൽ ഒന്നായ ആലുവ YMCA 40 വർഷത്തിലേറെയായി മുടക്കം കൂടാതെ എക്യുമെനിക്കൽ കരോൾ നടത്തി വരുന്നുണ്ട്. അത് ഈ വർഷവും ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ആലുവ പട്ടണത്തിൽ ക്രിസ്മസ് വിളംബരം ചെയ്യുന്നത് തന്നെ ആലുവ YMCA ആണ്. ക്രിസ്മസ് ആരംഭിക്കുന്നത് ആലുവ YMCAയുടെ എക്യുമെനിക്കൽ കരോളിൽ കൂടെയാണ്. എല്ലാ വർഷവും നമ്മുടെ സെക്കൻഡ് സാറ്റർഡേ ആണ് ക്രിസ്മസ് എക്യുമെനിക്കൽ കരോൾ ആരംഭിക്കുന്നത്. എല്ലാ വിവിധ സഭകളെയും കൂട്ടിയിണക്കി ഒരേ വേദിയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ നടത്തുന്ന ഒരു സംരംഭം വേറെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എക്യുമെനിസത്തിന്റെ എല്ലാ അർത്ഥത്തിലും ഈ വേദി പൂർണ്ണമാവുകയാണ്. എന്നിൽ അർപ്പിച്ചിരിക്കുന്ന കടമ എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. നേരെ ശ്വാസം കഴിക്കാൻ നല്ല ഓക്സിജനോ കുടിക്കുവാൻ ശുദ്ധമായ ജലമോ ഒന്നും കിട്ടാത്ത, ആരും സുരക്ഷിതരല്ല എന്നുള്ള മഹാവാക്യമാണ് നമ്മൾ കേൾക്കുന്നത്. ആരും ഒരിടത്തും സുരക്ഷിതരല്ല. ലോകരക്ഷകന്റെ തിരുജനനം പ്രഘോഷിക്കപ്പെട്ടത് തന്നെ ഒരു സന്തോഷം എന്നൊക്കെ പറഞ്ഞാലോ. ഏതാനും ദിവസം കഴിഞ്ഞാൽ ഈ അച്ഛന്മാരൊക്കെ പ്രസംഗിക്കും പള്ളിയിൽ പോയി. മഹാസന്തോഷം. ഏറ്റവും വലുതിനാണ് നമ്മൾ മഹാ എന്ന് പറയുന്നത്. ബ്രഹ്മ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത് എന്നാണല്ലോ അർത്ഥം. ദ ബിഗസ്റ്റ്. അതുപോലെ മഹാസന്തോഷം എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തൊരു സന്തോഷമില്ല.
ഇപ്പോൾ ദൈവവും മനുഷ്യനും ഒന്നിച്ച് സന്തോഷിക്കുന്നതായിരിക്കുമല്ലോ. താലന്തുകൾ വാങ്ങി അത് വർദ്ധിപ്പിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കി തിരികെ പ്രസന്നവദനായി വരുന്ന ഒരാളിനോട് യജമാനൻ സംപ്രീതനായി പറയുന്നു, നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. അവിടെയും സന്തോഷമാണ്. എന്താ സന്തോഷം? ഈ ടാലൻസൊക്കെ നമുക്ക് തന്ന യജമാനൻ്റെ സന്തോഷത്തിൻ്റെ രഹസ്യം എന്താണ്? നമ്മളെപ്പോലുള്ള മനുഷ്യരെ ചുമതലകളോ താലന്തോ സൗകര്യങ്ങളോ ധനമോ ഒക്കെ ഏൽപ്പിച്ചയാൾ തിരിച്ചു വന്നിട്ട് അതിനെ കണക്ക് ചോദിക്കുമ്പോൾ യജമാനൻ ഉദ്ദേശിച്ചതോ അതിനപ്പുറത്തോ ഉള്ള കാര്യങ്ങൾ നേടിയ ആളുകളെ കണ്ട് അത്യധികം സന്തോഷിച്ചുകൊണ്ട് പറയുന്നു, നല്ലവരായ മനുഷ്യരെ. അത് ഹൃദയം നിറഞ്ഞാണ് പറയുന്നത്. നിങ്ങൾ എൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിച്ചോളൂ. അപ്പോൾ യജമാനൻ്റെ സന്തോഷം എന്തായിരിക്കാം? ആ സന്തോഷത്തെക്കുറിച്ചാണ് നമ്മളീ പറയുന്നത്. യജമാനൻ്റെ സന്തോഷം അദ്ദേഹം ഏൽപ്പിച്ച പണി എന്തോ അത് നിർവടിയായി കുറവ് കൂടാതെ നിർവഹിച്ച ആളിനെ കണ്ടുള്ള സന്തോഷം. യേശു ക്രിസ്തു അദ്ദേഹത്തിൻ്റെ പിതാവിനോടുള്ള സംവാദം ഇടയ്ക്കിടയ്ക്ക് നടക്കും, നിരന്തരം. അപ്പോൾ പറയും, ഇതാ എൻ്റെ ഭക്ഷണം, എൻ്റെ പിതാവ് എന്തിനാണോ അയച്ചത് അത് ഞാൻ ചെയ്യുന്നു. കാരണം എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു ബോധ്യം, ഞാൻ എൻ്റെ പിതാവിൻ്റെ നിന്ന് വന്നു തിരിച്ചങ്ങോട്ട് തന്നെ പോകുന്നു. അപ്പോൾ സർക്കിൾ കംപ്ലീറ്റ് ആകും. വാഴ്ത്തപ്പെട്ട ദൈവമേ, വിശ്വസ്തനായ പിതാവേ, അവിടുന്ന് മനുഷ്യനായ ഭൂമിയിൽ അവതരിച്ചു. മനുഷ്യാവതാരത്തെ ധ്യാനിക്കുന്ന ഈ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ ജനനം, മനുഷ്യാവതാരം, ലോകമെന്ന് ഘോഷിപ്പാൻ വിദ്വാൻമാരെ, കർത്താവെ ആട്ടിടയന്മാരെ അറിയിപ്പാൻ ദൈവദൂതന്മാരെ അവിടുന്ന് അയച്ചുവല്ലോ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന് ലോകത്തോടെ പാട്ടിലൂടെ ജനനവിവരം അറിയുകയും രക്ഷാദൂതയെ പകർന്നു നൽകുകയും ചെയ്തുവല്ലോ. ഇന്ന് കർത്താവെ നടക്കുന്ന കരോൾ സർവീസ് അനുഗ്രഹമാക്കുന്നതിന് അവിടുത്തോട് അപേക്ഷിക്കുന്നു. YMCA പകരമായിട്ട് പ്രാർത്ഥിക്കുന്നു. YMCAയുടെ പ്രവർത്തനങ്ങൾക്കായി അപേക്ഷിക്കുന്നു. വിശേഷാൽ YMCAയ്ക്ക് ഏറ്റവും മനോഹരമായ സംഗീതങ്ങൾ ആലപിക്കുന്നതിനെ കൂടി സേവിക്കുവാൻ ഒരു പുതിയ ഓർഗൻ ലഭിച്ചിരിക്കുന്നു. അത് തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. സംഗീതങ്ങളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് തന്നിട്ടുള്ള അവസരങ്ങൾക്കായി സ്തോത്രം. ഈ ഓർഗൻ ദീർഘകാലം ഏറ്റവും ഭംഗിയായി ഉപയോഗപ്പെടുത്തുന്നതിനെ ഇടയാക്കണം. അനേകരെ സംഗീതത്തിലൂടെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്നതിനും ക്രിസ്തുവിൻ്റെ രക്ഷാപദ്ധതിയിൽ പങ്കാളിയാകുന്നതിനും ഇടയാക്കണമേ. തപ്പിനോടും നൃത്തത്തോടും കൂടെ സംഗീത ഉപകരണങ്ങളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തിരുമേനത്തിലൂടെ ഞങ്ങളെ ആഹ്വാനം ചെയ്യുന്നല്ലോ. കർത്താവേ, ഏറ്റവും മെച്ചമായി പാട്ടുകൾ പാടുമ്പോൾ അത് ശരിയായ രീതിയിൽ നിയന്ത്രിക്കപ്പെടുവാൻ, അതിനെ അവഗണിച്ചെടുക്കാൻ ഇതിൻ്റെ സേവനം ഞങ്ങൾക്ക് ഇടയാക്കണമേ. അത് ഉപയോഗിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. ഏറ്റവും ഭംഗിയായി മെച്ചമായും ഉപയോഗപ്പെടുവാൻ, ദീർഘകാലം അത് അനുഗ്രഹമായി ഉപയോഗിക്കാൻ ഞങ്ങളെ ശക്തീകരിക്കും. കൃപയിൽ പുതിയ മാനമോഹത്തിന് വേണ്ടി എടുക്കണം. നടക്കുന്ന കരോൾ സർവീസിനെ അനുഗ്രഹിക്കണം. ഇത് തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കാൻ ആശീർവദിക്കുന്നു. യേശു മെസ്സിയ മൂലം തന്നെ. ജീവനുള്ളതും ജീവൻ നൽകുന്നതുമായ ശ്രീവായുടെ അടയാളത്താൽ മുദ്രയിടപ്പെടുന്നതിനാൽ നന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുള്ള ഉപ്പായുടെയും തിരുനാമത്തിൽ ഈ ഓർമ്മ അനുഗ്രഹിക്കപ്പെടുന്നതും ശുദ്ധീകരിക്കപ്പെടുന്നതും ദൈവത്തിനായി ബന്ധിക്കപ്പെട്ടതുമായി മാറാകട്ടെ.